കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് നോബിയെയാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ടോബി ജോൺസൺ കോട്ടയം ചേരുന്നു. ടോബി, ഈ ആത്മഹത്യയിൽ ഭർത്താവ് കസ്റ്റഡിയിലാകുന്നതിന്റെ ആധാരം എന്താണ്? ഈ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ടാണോ കസ്റ്റഡി? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് വരുന്നത്? സുഹൈല്, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഭർത്താവായിട്ടുള്ള നോബിയെ ഏറ്റുമാനൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ്. കസ്റ്റഡിയിലായെന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഏറ്റുമാനൂർ നടക്കുന്നത്. ഇതിനോടകം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമായത് ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില പീഡനങ്ങളാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് കഴിയുകയായിരുന്നു. അപ്പോൾ ഇതാണോ കാരണം എന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് രാത്രിയിൽ ഷൈനിക്ക് വന്ന കോൾ അടക്കം പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭർത്താവായിട്ടുള്ള നോബിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. വലിയ ജനരോഷമാണ് ഇതിനെതിരെ ഉയർന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യക്ക് കാരണമാകുന്ന എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, ശരി, ടോബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവിന്റെ ചോദ്യം ചെയ്യൽ സ്റ്റേഷനിൽ തുടരുകയാണ്.